ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഷ്ടം തോന്നുക, അവരോട് ആ ഇഷ്ടം തുറന്നു പറയുക, അവരെ ആകർഷിക്കാൻ വേണ്ടി പലതും ചെയ്തു കൂട്ടുക, തുടരെ തുടരെ മെസ്സേജ് ഇടുക, ഫോൺ ചെയ്യുക, ഇത് നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് വരുത്തി തീർക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്ന ആളുകളുണ്ട്. ശരിക്കും ഇതിനെ ലവ് ബോംബിംഗ് എന്ന് പറയും. ഒരു ബോംബിൻ്റെ തീവ്രമായ പ്രവർത്തനം നടക്കില്ലേ, അതുപോലത്തെ ഒരു പ്രവർത്തനം എന്ന് പറയാം, ആകർഷിച്ചെടുക്കാൻ വേണ്ടി. പക്ഷെ ശരിക്കും ഒരു പ്രണയം എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ഗ്രാജ്വലി വളർന്നു വരേണ്ട ഒരു സംഭവമാണ്. പരസ്പരം മനസ്സിലാക്കുക, അതിനുശേഷം ഇഷ്ടങ്ങൾ തുറന്നു പറയുക, രണ്ടുപേർക്കുമുള്ള തെറ്റുകൾ തുറന്ന് സംസാരിക്കുക, കുറവുകൾ ഉൾക്കൊള്ളുക, ഫാമിലിയുടെ ഡീറ്റെയിൽസുകൾ തുറന്ന് സംസാരിക്കുക, വർക്കിൻ്റെ പ്രോബ്ലങ്ങൾ, ജോലികൾ തുറന്ന് സംസാരിക്കുക, തന്നെ തുറന്ന് ഒരു പുസ്തകമാക്കി മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ പരസ്പരം ഒരു ധാരണയോടു കൂടിയുള്ള ഒരു ഒത്തുചേരൽ വരുന്ന സമയത്ത് അനിർവചനീയമായിട്ടുള്ള ഒരു അനുഭൂതി നമ്മുടെ മനസ്സിലുണ്ടാവുകയും ഈ പ്രണയം സ്വീകരിക്കാം എന്ന് വിചാരിക്കുകയും പരസ്പര ഇഷ്ടത്തിലാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പ്രണയം എന്ന് പറയുന്നത് ശരിക്കും. അല്ലാതെ ലവ് ബോംബിംഗ് അല്ല. ഇനിയൊരു കാര്യം മനസ്സിലാക്കുക, മാനിഫെസ്റ്റേഷനിലൂടെ പ്രണയം നമുക്ക് ശരിക്കും നേടിയെടുക്കാൻ കഴിയുമെന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും കഴിയും, മാനിഫെസ്റ്റേഷനിലൂടെ എല്ലാം കഴിയും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ഒരു വ്യക്തിയെ, ഒട്ടും മനസ്സിലാകാത്ത ഒരു വ്യക്തിയെ മാനിഫെസ്റ്റേഷനിലൂടെ കഠിനമായിട്ടുള്ള ആ പ്രയോഗങ്ങളിലൂടെയെല്ലാം നേടിയെടുക്കുക എന്ന് പറയുന്നത് നേടിയെടുക്കാൻ കഴിയും. പക്ഷേ തിരിച്ചു വരുന്നത് നമ്മുടെ കൂടെ നിന്നില്ലെങ്കിലോ, അതിനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം ഈ യൂണിവേഴ്സ് അവരെ നമ്മൾക്ക് ഡിസേർവ് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് അവർ യോജിച്ചതല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്തത് കൊണ്ട് അവർ വന്നാലും തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചേർന്ന ഒരു പ്രണയം മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ പ്രകൃതി നമുക്കെല്ലാം തരാനായിട്ട് തയ്യാറാണ്, നമ്മളത് കാണുന്നില്ല എന്ന് മാത്രം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് നമ്മളത് പ്രകൃതിയിലേക്ക് നോക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രകൃതി തരാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ നല്ലതാണോ എന്ന്, നല്ലത് മാത്രമേ പ്രകൃതി തരുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പ്രണയം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് ചേർന്നതാണോ, നല്ലതാണോ എന്നെല്ലാം ഒരുപാട് ചിന്തിക്കണം എന്നുള്ളതാണ്. ഇനി ആ പ്രണയം നമ്മളിലേക്ക് വന്നാൽ ശാശ്വതമായിട്ട് നിലനിൽക്കുമോ എന്ന് ചിന്തിക്കണം. ഫ്യൂച്ചറിലേക്ക് നമ്മൾ ജീവിക്കുമ്പോൾ അത് ശാശ്വതമാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ചില ആളുകൾ അവർ മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കും, പ്രണയിക്കും. പക്ഷേ സൊസൈറ്റിയെ ഭയന്നും ഫാമിലിയെ ഭയന്നും ഇവർക്ക് പോകെ അത് ചിലപ്പോൾ സ്യൂട്ടബിൾ അല്ലാതെ വരുമെന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തനിക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ള ചിന്തയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പ്രണയത്തെ ഉപേക്ഷിച്ചിട്ട് എല്ലാം തീവ്രമായ സ്നേഹം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, മാനിഫെസ്റ്റേഷനിലൂടെ പ്രണയം നേടിയെടുക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് നേടിയെടുക്കാൻ കഴിയും. പക്ഷെ നമുക്ക് ഡിസർവഡ് ആവുകയാണെങ്കിൽ മാത്രമാണ് ഈ പ്രകൃതി നമ്മൾക്ക് അത് തരികയുള്ളൂ എന്നുള്ളത് വാസ്തവമാണ്. അതുപോലെ തന്നെ നമുക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പ്രാക്ടിക്കലായി നമ്മളും ചിന്തിക്കുക എന്നുള്ളതാണ്. ഇനി പ്രണയം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ആ വ്യക്തിയെ മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കി, നമുക്കെല്ലാവരെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾക്കിത് ചേരും എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അഫർമേഷനിലൂടെയും വിഷ്വലൈസേഷനിലൂടെയും അത് നമ്മളുടെ അടുത്തേക്ക് പതുക്കെ എത്തിക്കാം. അതാണ് വേണ്ടത്. ശരിക്കും മാനിഫെസ്റ്റേഷനിൽ പ്രണയം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത് ശരിക്കും മനസ്സിലാക്കി നമുക്ക് യോജിച്ചതാണ്, ജെനുവിനാണ്, നമുക്ക് ശാശ്വതമാണ് ഫ്യൂച്ചറിൽ എന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ആ പ്രണയം തുറന്നു പറയുക. തുറന്നു പറഞ്ഞതിന് ശേഷം അവർ റിപ്ലൈ തന്നില്ലെങ്കിൽ നമുക്ക് അഫർമേഷനിലൂടെയും വിഷ്വലൈസേഷനിലൂടെയും അത് നേടിയെടുക്കാം. ജെനുവിനായിരിക്കണം. എനിക്ക് യോജിച്ച അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ തന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി എന്ന് എഴുതിക്കൊണ്ട് നമ്മൾ 21 ഡേയ്സ് എഴുതുക, തുടർച്ചയായിട്ട് എഴുതുക. നല്ലൊരു ജീവിത പങ്കാളിയെ തന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി എന്നിങ്ങനെ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി അത് പതിയെ മാനിഫെസ്റ്റായിട്ട് വരും. ഒരു കാര്യം കൂടി ചിന്തിക്കുക, എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈമുണ്ട്.
അതുപോലെ തന്നെ ഈ ഡിവൈൻ നമുക്ക് തരാൻ അത് തയ്യാറാണെങ്കിൽ, അതൊക്കെ ഒരു ശരിക്കും ഒരു ഫെയ്റ്റ് എന്നൊക്കെ പറയും, അതുപോലെ വരാനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മാനിഫെസ്റ്റേഷനിലൂടെ അയാളെ നമുക്ക് നേടിയെടുക്കാവുന്നത് ആണ്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, പ്രണയം എന്ന് പറയുന്നൊരു പ്രണയം ലവ് ബോംബിങ് ആകാതെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടും പരസ്പരം തയ്യാറെടുപ്പോടു കൂടിയും മാത്രം പ്രണയം നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. ഗ്രാജ്വലി വളരേണ്ട ഒന്നാണത്, പതിയെ പതിയെ പതിയെ, അല്ലാതെ പെട്ടെന്നല്ല. നമ്മൾ പെട്ടെന്നൊരു പ്രണയത്തിലേക്കൊക്കെ എടുത്ത് ചാടുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടുകയും അത് ശാശ്വതമായിരിക്കുകയും ചെയ്യില്ല. താങ്ക് യു.